അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രമായി വെച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമായിരുന്നു സർഫറ. സർഫറ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. ഈ വരുന്ന ഒക്ടോബർ മാസം 10-ാം തീയതി ആയിരിക്കും സർഫറ എന്ന് പറയുന്ന ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുക. അന്നേ ദിവസം തന്നെ OTT റിലീസ് നടത്താനിരിക്കുന്ന മറ്റൊരു തമിഴ് ചിത്രമായിരുന്നു മാഴി സെൽവരാജിൻ്റെ സംവിധാനത്തിൽ നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിട്ടുള്ള വാഴ. തിയേറ്ററിൽ നിന്നെല്ലാം മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രവും ഈ വരുന്ന ഒക്ടോബർ മാസം 10-ന് തന്നെയായിരിക്കും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിൽ ചിത്രം OTT റിലീസ് നടത്തുക. ആൻ്റണി വർഗീസ്, ഋഷഭ് ഷെട്ടി എന്നിവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കൊണ്ടാള്. ഓണം നാളുകളിലായിട്ട് തിയേറ്ററിലേക്ക് എത്തി പരാജയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് കൊണ്ടാള്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 10 അല്ലെങ്കിൽ 11-ന് ആയിരിക്കും നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുക. അതുപോലെ തന്നെ ഓണം റിലീസായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന മറ്റൊരു മലയാള ചിത്രമായിരുന്നു കിഷ്കിന്ധാ കാണ്ഡം. ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് നല്ല മികച്ച അഭിപ്രായം തന്നെയാണ് സ്വന്തമാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ വിറ്റുവരികയാണ് ആമസോൺ പ്രൈം വീഡിയോസ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ് ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന ദീപാവലി സ്പെഷ്യലായിട്ടായിരിക്കും ചിത്രം OTT റിലീസ് നടത്തുക. 2023-ൽ ഡയറക്റ്റ് OTT റിലീസ് നടത്തിയിട്ടുണ്ടെന്ന് മൈ ഫോൾട്ട് എന്ന് പറയുന്ന സ്പാനിഷ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള യുവർ ഫോൾട്ട് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം എന്നായിരിക്കും OTT റിലീസ് നടത്തുകയെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-നായിരിക്കും ആമസോൺ പ്രൈം വീഡിയോസ് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ത്യയിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 4 ഭാഷകളിൽ ചിത്രം OTT റിലീസ് നടത്തുക. അജയൻ്റെ രണ്ടാം മോഷണം. ജിതിൻ ലാലിൻ്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം. തിയേറ്ററിൽ നിന്ന് നല്ല മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രത്തിൻ്റെ OTT റിലീസിനായിട്ട് എല്ലാ സിനിമാ പ്രേമികളും വളരെ ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 4-ാം വാരമായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോം വഴി 5 ഭാഷകളിൽ ചിത്രം OTT റിലീസ് നടത്തുക. ഹലോ നമസ്കാരം. കൊരട്ടല ശിവയുടെ സംവിധാനത്തിൽ ജൂനിയർ NTR കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു ദേവര. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തിയേറ്ററുകളിലേക്കിട്ട് റിലീസിനെത്തിയിട്ടുണ്ടായിരുന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് നല്ല മികച്ച അഭിപ്രായം തന്നെയായിരുന്നു സ്വന്തമാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ദേവര സിനിമയുടെ OTT റിലീസിനെ കാത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. ദേവര പാർട്ട് 1 ചിത്രം ഈ വരുന്ന നവംബർ മാസമായിരിക്കും നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോം വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിൽ ചിത്രം OTT റിലീസ് നടത്തുക.